ഹലോ, നമുക്കിന്ന് തൈരും തക്കാളിയൊക്കെ വെച്ച് ഒരു നല്ല അടിപൊളി ചമ്മന്തി ചോറിന് കൂട്ടാൻ അരച്ചാലോ? ചില ദിവസങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും ഈ കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. അതിനായി നമുക്കൊരു മിക്സിയുടെ കുഞ്ഞു ജാർ എടുക്കാം. ആ ജാറിലേക്ക് ഒരു സവോള നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3, 4, 5 അല്ലി വെളുത്തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വലിയ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ താരം നമ്മുടെ തക്കാളി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക. ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി ഒരുപാട് വേണ്ട, ഒരു ചെറിയ പുളി നമുക്ക് ചേർക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ തക്കാളിയുടെ ആ ഒരു പുളിയും നമ്മുടെ പച്ചമുളകിൻ്റെ ആ എരിവും പിന്നെ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ആ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു പ്രത്യേക രുചി തന്നെയാണ്. പിന്നെ നമ്മൾ കൂട്ടത്തിൽ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എത്ര തക്കാളിയാണോ ചേർക്കുന്നത് അതനുസരിച്ച് മാത്രമേ നമ്മൾ തൈര് ചേർക്കാവൂ. ഒരുപാട് തൈരാകരുത്. നമ്മൾ തൈരും കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിയും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറൊക്കെ വിളമ്പി കൂട്ടത്തിൽ നമ്മുടെ മെഴുക്ക് പുരട്ടിയും നല്ല മുട്ട പൊരിച്ചതും പിന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തിയും കൂടി ഇട്ടിട്ട് ഒരു പിടി പിടിക്കാം നമുക്കല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.